രാജ്യം ഇന്ന് ചർച്ച ചെയ്യുന്ന രണ്ട് വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്താം. ഒരാൾ നെറ്റിയിൽ വലിയ സിന്ദൂരക്കുറി തൊട്ട് പുഞ്ചിരിയോടെ ജമാ മസ്ജിദിന്റെ പടവുകളിൽ ഇഫ്താർ വിഭവങ്ങൾ വിളമ്പുന്ന നേഹ ഭാരതി. മറ്റൊരാൾ ഉത്തരാഖണ്ഡിലെ തെരുവുകളിൽ വിദ്വേഷത്തിന്റെ ആൾരൂപങ്ങളെ തന്റെ കരുത്തുറ്റ ശരീരം കൊണ്ട് വിറപ്പിച്ച മുഹമ്മദ് ദീപക്. വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനു മുകളിൽ സ്നേഹത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും പുതിയൊരു ചരിത്രം എഴുതിയ ഇരുവരുടെയും കഥയാണ് രാജ്യം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉത്തരാഖണ്ഡിലെ കോട്ട്ദ്വാറിലെ ഒരു ജിം ട്രെയിനറായ ദീപക് കുമാർ എങ്ങനെയാണ് ഇന്ത്യ മുഴുക്കെ മുഹമ്മദ് ദീപക്കായി മാറിയത് എന്നതിനെക്കുറിച്ച് ആദ്യം പറയാം. തന്റെ അയൽക്കാരനായ ഒരു മുസ്ലിം കച്ചവടക്കാരനെ അദ്ദേഹത്തിന്റെ കടയുടെ പേര് മാറ്റണമെന്നാവശ്യപ്പെട്ട് ബജ്രംഗ് ദൾ ഗുണ്ടകൾ ആക്രമിക്കാൻ വന്നപ്പോൾ ദീപക് സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി വയോധികന് വേണ്ടി പ്രതിരോധം തീർത്തു. ആ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി ഇന്ത്യയിലെ ജനങ്ങൾ ഏറ്റെടുത്തു. വയോധികനെ ആക്രമിക്കാനെത്തിയ ഗുണ്ടകൾ ഹിന്ദുത്വവാദികളാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അദ്ദേഹം തന്റെ പേര് മുഹമ്മദ് ദീപക് എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു നിലപാടെടുത്തതിലൂടെ ഏക വരുമാന മാർഗമായ ജിംനേഷ്യം പൂട്ടേണ്ടി വരുമെന്ന അവസ്ഥ വരെ എത്തി. ആളുകൾ ഭീഷണി കൊണ്ടോ ഭയം കൊണ്ടോ വരാതെയായി. പക്ഷേ ദീപക് കുലുങ്ങിയില്ല. വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർക്ക് മുന്നിൽ കീഴടങ്ങില്ല എന്ന ദീപകിന്റെ വാക്കുകൾ ലക്ഷക്കണക്കിന് ആളുകൾ ഏറ്റെടുത്തു. ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടെയുള്ളവർ ദീപകിന്റെ ജിമ്മിലെത്തി മെമ്പർഷിപ്പ് എടുത്തു. സുപ്രീം കോടതി അഭിഭാഷകർ നിയമസഹായം വാഗ്ദാനം ചെയ്തു. ഇപ്പോൾ മുഹമ്മദ് ദീപക് ഒരു വലിയ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. ഭാരത് ജോഡോ യാത്രയുടെ മാതൃകയിൽ അദ്ദേഹം ഇതിന് പേരിട്ടിരിക്കുന്നത് ഇൻസാനിയത്ത് ജോഡോ യാത്ര എന്നാണ്. കഴിഞ്ഞ ദിവസം ദീപക് ഡൽഹിയിലെത്തി രാഹുൽ ഗാന്ധിയെ നേരിട്ട് കണ്ടത് ഈ യാത്രയ്ക്ക് വലിയൊരു രാഷ്ട്രീയ പിന്തുണയും നൽകിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ ദീപകിന്റെ സംരക്ഷണം ഉത്തരാഖണ്ഡിലെ കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റെടുക്കണമെന്ന് ആഹ്വാനം ചെയ്തിരുന്നു. ഉത്തരാഖണ്ഡിലെ BJP നേതാവിന്റെ മകൻ പ്രതിയായ അങ്കിത ഭണ്ഡാരി കൊലപാതക കേസിലും ദീപക് സജീവമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. 19 വയസ്സുകാരിയ അങ്കിതയെ വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കുകയും അവൾ വിസമ്മതിച്ചപ്പോൾ അവളെ കൊന്നു കനാലിൽ തള്ളുകയും ചെയ്ത നീചകൃത്യത്തിനെതിരെ ദീപക് ജനമുന്നേറ്റം നയിക്കുകയാണ്. അങ്കിതയുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകുകയും ആ പോരാട്ടം ഏറ്റെടുക്കുകയും ചെയ്ത ദീപക് 2027 ഉത്തരാഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വരെ സാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. മറുഭാഗത്ത് ഡൽഹിയിലെ ജമാ മസ്ജിദിന് മുന്നിൽ കഴിഞ്ഞ 4 വർഷമായി റംസാൻ കാലത്ത് നോമ്പുതുറ വിഭവങ്ങളുമായി എത്തുന്ന നേഹ ഭാരതിയെ കാണാം. വലിയ സിന്ദൂരക്കുറി തൊട്ട് ജമാ മസ്ജിദിന്റെ പടവുകളിൽ മുസ്ലിം സഹോദരങ്ങൾക്കൊപ്പം ഇഫ്താറിൽ പങ്കുചേരുന്ന നേഹയുടെ ദൃശ്യങ്ങൾ ഓരോ വർഷവും സോഷ്യൽ മീഡിയയിൽ തരംഗമാവാറുണ്ട്. മതം മനുഷ്യരെ ഭിന്നിപ്പിക്കാനല്ല, സ്നേഹിപ്പിക്കാനാണെന്ന വലിയ സന്ദേശമാണ് നേഹ തന്റെ പ്രവൃത്തിയിലൂടെ ലോകത്തിന് നൽകുന്നത്. ഇത്തരം പോസിറ്റീവ് വാർത്തകൾക്കിടയിലും ഉത്തരേന്ത്യയിൽ പലയിടത്തും മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തുടർക്കഥയാവുകയാണ്. ഗ്രൗണ്ടിൽ നിസ്കരിക്കുകയായിരുന്ന മുസ്ലിമായ വ്യക്തിയെ ഒരു പ്രകോപനവുമില്ലാതെ മർദ്ദിക്കുന്ന ആളുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനത്തിന് വിധേയമാവുന്നുണ്ട്. വഴിയിലൂടെ നടന്നു പോകുന്ന മുസ്ലിമായ വൃദ്ധരെ ഒന്നിലധികം ആളുകൾ ചേർന്ന് മർദ്ദിക്കുന്ന മറ്റൊരു വീഡിയോയും പ്രചരിക്കുന്നുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇന്ത്യയിൽ ഇന്നും സുരക്ഷിതരല്ല എന്ന് തെളിയിക്കുന്ന നിരവധി ദൃശ്യങ്ങളാണ് നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്നത്. ഇക്കഴിഞ്ഞ ദിവസമാണ് ഒരു വിഭാഗത്തെയും ഏത് രീതിയിലും അപകീർത്തിപ്പെടുത്താൻ പാടില്ലെന്ന കർശന നിർദ്ദേശം സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്.